ഇസ്രായേൽ പിന്മാറാതെ ആയുധം ഉപേക്ഷിക്കില്ലെന്ന് ഹമാസ്. ട്രംപിൻ്റെ പുതിയ നിർദ്ദേശവും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ ട്രൂത്തിലൂടെ ഗസ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യവും പുതിയൊരു സർക്കാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എന്ന നിലക്ക് തന്നെ ട്രംപ് പറഞ്ഞത്. നമ്മുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നു. അതിനുശേഷം ഇസ്രായേൽ ഘട്ടം ഘട്ടമായ രീതിയിൽ ഗസ വിടുകയും ചെയ്യും. ഫലസ്തീൻ്റെ പേരാണ് പരാമർശിക്കപ്പെട്ടത് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഗസ മാത്രമാണ്. വെസ്റ്റ് ബാങ്ക് ഇതിൽ ഉദ്ദേശ ലക്ഷ്യമൊന്നുമല്ല എന്ന് പിന്നീട് ഈ വൈറ്റ് ഹൗസ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ വലിയ രീതിയിലാണ് സെറ്റിൽമെൻറ്റ് നടത്തുന്നത്. വലിയ രീതിയിൽ ജൂതന്മാരെ അവിടെ താമസിപ്പിക്കുന്നു. പാലസ്തീനികൾ കൂട്ടത്തോടു കൂടി കുടിയൊയ്യുന്ന ഒരു പ്രത്യേക സ്ഥിതി ഉണ്ടാകുന്നു. അന്താരാഷ്ട്ര വാർത്തകളിലൊന്നും ഇതൊരു പ്രാധാന്യമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് വരുന്നില്ല. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് പാലസ്തീനോടും ഗസയോടും മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ അറേബ്യൻ പത്രങ്ങളിൽ ഇത് പ്രാധാന്യത്തോടു കൂടി വരുന്നുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടായത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഗസയും വെസ്റ്റ് ബാങ്കും സംയുക്തമായ രീതിയിലാണോ, അഥവാ ഗസ മാത്രമാണോ എന്ന ചോദ്യത്തിന് ഹമാസ് ഉള്ളത് ഗസയിലാണല്ലോ, ആ വിഷയമാണ് തങ്ങൾ സംസാരിച്ചത് എന്ന് ഒരു തിരുത്തൽ വരികയും ചെയ്തു. അപ്പോൾ അതിനോട് ഹമാസ് പ്രതികരിച്ചിരിക്കുന്നതും വലിയ രീതിയിലുള്ള ഗൗരവത്തോടു കൂടി തന്നെയാണ്. ഹമാസ് പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം തന്നെ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ലക്ഷ്യം. പാലസ്തീൻ എന്ന് പറയുന്ന ഗസ എന്ന് പറയുന്ന ദേശം സ്വതന്ത്രമാകണമെങ്കിൽ ആദ്യത്തെ അതിൻ്റെ പടി എന്ന് പറയുന്നത് ഇസ്രായേൽ കൂട്ടത്തോടു കൂടി ദേശം വിട്ടു പോവുക എന്നുള്ളതാണ്. ഇസ്രായേൽ കുറച്ചെങ്കിലും അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നത് അല്ലെങ്കിൽ ആയുധം നൽകുന്നത് ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രയാസം ഗസക്കാർക്കുണ്ടാവും. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് താല്പര്യമില്ല. ഈ കാര്യം കൂടി യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട്. ഹമാസിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഘട്ടം ഘട്ടമായ രീതിയിലുള്ള പിന്മാറ്റം അല്ല, ഇസ്രായേൽ പൂർണ്ണമായ രീതിയിൽ പിന്മാറുക എന്നുള്ളതാണ്. തങ്ങളുടെ ദേശത്ത് അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവർ പിന്മാറുന്നതോടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിൻ്റെ ആദ്യ ഘട്ടം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 60% അല്ലെങ്കിൽ 65% ഗസക്കകത്ത് ഏരിയകൾ തിരിച്ചുകൊണ്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ സൈന്യമുണ്ട്. ഒറ്റപ്പെട്ട രീതിയിൽ അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ട രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഏകദേശം 200-ലധികം തവണയെങ്കിലും ഇസ്രായേൽ പാലസ്തീനികൾക്ക് നേരെ നിറയൊഴിച്ചിട്ടുണ്ട് എന്നാണ് അനുമാനം. 150 മുതൽ 200ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിലെ പ്രത്യേക റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ സൈന്യം നടത്തുന്നത് പാലസ്തീനികളുടെ അല്ലെങ്കിൽ ഗസക്കാരുടെ നിലവിലുള്ള വീടുകൾ റെയ്ഡ് ചെയ്യുക, അതേപോലെ തന്നെ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇത്തരം പ്രവർത്തികൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പേര് ഹമാസിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ പ്രവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ അംഗീകരിക്കാനോ ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ വിശ്വാസത്തിലെടുക്കാനോ സാധിക്കുകയില്ല എന്നുള്ളത് ഹമാസ് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ പ്രസക്തമാണ്. കരാർ വ്യവസ്ഥ പ്രകാരം ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര സേനയെ നിയോഗിക്കുക എന്നുള്ളതാണ്. തങ്ങൾ അതിന് തയ്യാറാണ്. അന്താരാഷ്ട്ര സേന നിയോഗിക്കുന്ന സമയത്ത് അതിൽ ഗസക്കാർ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഗസക്കാർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ആളുകൾ അതിൽ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. അവർക്ക് മുഖാന്തരമാണ് തങ്ങൾ ആയുധങ്ങൾ നൽകുക. അതും ഘട്ടം ഘട്ടമായിട്ടാണ് ആയുധങ്ങൾ നൽകുക. ഒരിക്കലും ഇസ്രായേലിൻ്റെ സൈന്യത്തിന് മുൻപിലോ അമേരിക്കയുടെ സൈന്യത്തിന് മുൻപിലോ തങ്ങൾ ആയുധം നൽകുകയോ അവർക്ക് മുൻപിൽ തങ്ങളുടെ ആയുധങ്ങൾ സമർപ്പിക്കുകയോ ചെയ്യുകയില്ല. ഇത് ആവർത്തിച്ചുകൊണ്ട് തന്നെ അവരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാന്യമായ രീതിയിലുള്ള പ്രശ്നപരിഹാരമല്ലാതെ കീഴടങ്ങുക അത്തരം പ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ട് തങ്ങളെ വശം വരാതാക്കാം എന്ന് പറയുന്നതൊന്നും നടക്കാത്തൊരു കേസാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ തയ്യാറായിക്കൊണ്ട്
ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ സൈന്യത്തെ അയക്കും എന്ന് നിലവിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അവരങ്ങനെ തന്നെ അവിടെ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. കാര്യം ഈ മേഖലയിലേക്ക് അറേബ്യൻ സൈനിക സംഘത്തെ അയക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവും. ആ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിന് സാധിക്കണം. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ഈ കാര്യം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ തങ്ങൾ സൈന്യത്തെ അയക്കൂ എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞത് സൗദി അറേബ്യയാണ്. ഈജിപ്ത് ഈ കാര്യത്തെക്കുറിച്ച് ആദ്യം നിലപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് ഈജിപ്തിൻ്റെ നേതൃത്വത്തിലാവണം സൈനിക സംഘം ഗസയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി പല അറബ് രാജ്യങ്ങളും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഈജിപ്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക സംഘത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഭാവിയിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നിലവിൽ നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും ഇപ്പോൾ യഥാർത്ഥത്തിൽ കൃത്യതയോട് കൂടിയിട്ട് ഒരു രൂപത്തിലായിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇപ്പം തന്നെ റഫ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നിയന്ത്രണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോഴും ഈ വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം വലിയ പ്രതിസന്ധിയിലാണ് ഗസയിലുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ പ്രതിസന്ധിയിലാണ്. സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള തകർച്ചയിലാണ്. യഥാർത്ഥത്തിൽ ഒരു 15% താഴെ ആളുകൾക്ക് മാത്രമേ ഗസക്കകത്ത് ഇപ്പോഴും നിലവിൽ വീടുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ടെൻറ്റുകളിലാണ് താമസിക്കുന്നത്. മറ്റു ലോക രാജ്യങ്ങൾ ചെയ്തിരിക്കുന്ന കാരുണ്യത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഗസ നിവാസികളുള്ളത്. ഇനി നമ്മൾ വെസ്റ്റ് ബാങ്കിലേക്ക് പോയാൽ വെസ്റ്റ് ബാങ്കിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രതിരോധമില്ലാത്ത ഒരു പ്രദേശത്തിൻ്റെ പേരാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഗസ എന്ന് പറഞ്ഞാൽ പ്രതിരോധമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ രണ്ടും രണ്ട് രീതിയാണ്. അവിടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അത് പല അറസ്റ്റുകൾ നടക്കുന്നുണ്ട്. അറസ്റ്റിന് ശേഷം പല പാലസ്തീനികളെ കാണാതാവാത്ത വിഷയങ്ങളുണ്ട്. ഇസ്രായേലിനോട് ചോദിച്ചാൽ അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഈ തരത്തിൽ പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പലസ്തീൻ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു ശാന്തത വരുന്നൊരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും പാലസ്തീൻ്റെ വിഷയം ഗൗരവത്തോടു കൂടി തന്നെ ഇറാൻ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി വിലയിരുത്തുന്നു. കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയമായിരിക്കുന്ന ഇറാൻ്റെ പോക്ക് അല്ലെങ്കിൽ നീക്കുപോക്കുകൾ നോക്കുന്ന സമയത്ത് അങ്ങനെ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അമേരിക്കയുമായിട്ട് ഏതു തരത്തിലും ഏത് സമയത്തും എങ്ങനെയും യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇറാൻ ആവർത്തിക്കുകയും അവരുടെ സൈനിക ബേസ് പരമാവധി തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഖത്തറിലൊക്കെ യഥാർത്ഥത്തിൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്ത് വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് വളരെ കൃത്യതയോടുകൂടി ശേഷിക്കുന്ന ഒരു ബിൽഡിംഗ് പോലും പൂർണ്ണമായ രീതിയിൽ അമേരിക്കയുടേതായിട്ട് അവിടെ ഇല്ല എന്നുള്ളതാണ്. 100 കിലോമീറ്റർ ചുറ്റളവിലാണ് ഖത്തറിലെ ഉദൈദ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്നത്. ആ മേഖലയുടെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ്. എല്ലാ ബിൽഡിങ്ങുകളും തകർക്കപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാ മേഖലയ്ക്ക് നേരം ആക്രമണം വന്നിരിക്കുന്നു. പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രയാസം അമേരിക്ക അനുഭവിച്ചത് കൊണ്ടാണ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ജോർദാനിലേക്ക് അവരുടെ സംവിധാനത്തെ പറിച്ചു നട്ടത്. എന്നാൽ ജോർദാനിൽ അവസാനിച്ചോ? ജോർദാനിൽ അവർ അമേരിക്കയുടെ സൈനിക സംവിധാനം എത്തിയതോടുകൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമണം ആരംഭിച്ചു. ആക്രമണം മാത്രമല്ല, ആക്രമണത്തിൻ്റെ പെരുമയ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ജോർദാനിലും യഥാർത്ഥത്തിൽ അമേരിക്ക സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അറേബ്യൻ മേഖലയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അമേരിക്ക അവരുടെ സ്ഥിതിയും അവസ്ഥകളും മറ്റ് മേഖലകളിലും യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളത് അവരെ വലിയ രീതിയിൽ നിരാശയാക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയെ അവരുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കാൻ പോവുകയാണ്. ഒരു സഹകരണം മറ്റു ലോക രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് യുദ്ധം പോലെയുള്ള ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള സഹകരണവും തങ്ങളുമായിട്ട് എല്ലാ കാലത്തും സഹകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാവാതിരിക്കുന്നത് ഒരുപക്ഷേ ഇതാദ്യമായിട്ടാണ്. അങ്ങനത്തെ ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ
അഭിമുഖീകരിക്കുകയാണ് അമേരിക്ക എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഊന്നൽ നൽകുന്ന ഒരു പ്രവൃത്തി വീണ്ടും ആരംഭിക്കണം അല്ലെങ്കിൽ വീണ്ടും തുടങ്ങണം എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ തന്നെ അമേരിക്ക നിലവിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്ന പരിഹാരമുണ്ടാവുക എന്നുള്ളതും യുദ്ധവിരാമം ഉണ്ടാവുക എന്നുള്ളതും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക വിലയിരുത്തുന്നത് എന്ന് ചുരുക്കം.